ഏജയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് ഒരു കോൺക്രീറ്റ് മിക്സറാണ്. ഇതിൻ്റെ പേര് വരുന്ന അജാസ് ഫ്യൂറി ARGO 2000 ആണ്. 2000 എന്നുള്ള വാല്യൂ ഇതിൻ്റെ മിക്സിംഗ് കപ്പാസിറ്റിയാണ് സൂചിപ്പിക്കുന്നത്. ഇത് 2 ക്യൂബിക് മീറ്റർ കോൺക്രീറ്റ് മിക്സിംഗ് കപ്പാസിറ്റിയുള്ള മെഷീനാണ്. ഇതാണ് ഇതിൻ്റെ ബക്കറ്റ്. ഇതിലെ ബക്കറ്റിൻ്റെ മുകളിൽ ഇവിടെ ഒരു ക്ലോസ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഇതുണ്ട്, ഇതിൻ്റെ ഡ്രമ്മിൻ്റെ ഉള്ളിൽ ഇതേപോലെ ബ്ലേഡ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ റൊട്ടേഷൻ്റെ ഡയറക്ഷൻ അനുസരിച്ച് ഇത് മിക്സിങ്ങും അൺലോഡിങ്ങും നടക്കും. ഇതിന് ഈ കോൺക്രീറ്റിന് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് എല്ലാം ഈ ബക്കറ്റ് വഴി തന്നെ ഇതിനെ ലോഡ് ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് ഇത് ഈ സൈഡിലേക്ക് കിടന്ന് കറങ്ങും. അന്നേരം ഇത് ഇതിൻ്റെ ഉള്ളിലെല്ലാം നന്നായിട്ട് മിക്സ് ആവും. പിന്നെ വെള്ളം ഈ ടാങ്കിൽ നിന്ന് തന്നെ പമ്പ് ചെയ്ത് ഇതിൻ്റെ അകത്തേക്ക് വെള്ളം എത്തിക്കും. അത് കഴിഞ്ഞിട്ട് ഇതെല്ലാം മിക്സായി കഴിയുമ്പോൾ അത് ഇപ്പുറ സൈഡിലേക്ക് റൊട്ടേറ്റ് ചെയ്യും. റൊട്ടേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ആ ത്രെഡിൽ കൂടെ ഇത് മുകളിലേക്ക് പൊങ്ങി വന്ന് ഇതിലെ പുറത്തേക്ക് വരുവാണ് ചെയ്യുന്നത്. ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് വശം വരുന്നത്. ഇത് നമുക്ക് ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും ഓടിക്കാം. ഇതിൻ്റെ ഫ്രണ്ടിൽ ഈ വീൽസും ടേൺ ചെയ്യുന്നതാണ്, ബാക്കിലെ വീലും ടേൺ ചെയ്യുന്നതാണ്. ഇത് ഫുള്ളായിട്ട് ഹൈഡ്രോളിക്കലി വർക്ക് ചെയ്യുന്നൊരു മെഷീനാണ്. പിന്നെ ഈ വണ്ടി 4 വീൽ ഡ്രൈവ് ആണ്. ഇതിൽ നിന്ന് നേരിട്ട് പവർ പോവല്ല, ഹൈഡ്രോളിക് വെച്ചിട്ടാണ് ഇത് റണ്ണാവുന്നത്. സ്റ്റിയറിങ്ങും എല്ലാം ഹൈഡ്രോളിക്കാണ്. ഇതിലെയാണ് ക്യാബിനിലേക്ക് കയറുന്നത്. ഈ സീറ്റ് അതിൻ്റെ സ്റ്റിയറിങ്ങും ആ യൂണിറ്റ് ഫുള്ളായിട്ട് റൊട്ടേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഇടുവാണെങ്കിൽ അത് ബാക്കിലേക്ക് നല്ല സുഖമായിട്ട് ഓടിച്ചുകൊണ്ട് പോവാം. അത് നേരെ തിരിച്ച് വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ടിലേക്ക് ഓടിക്കാം. ഇതെല്ലാം സ്വിച്ച് വഴിയും ലിവർ വഴിയാണ് കൺട്രോൾ ചെയ്യുന്നത്. സ്റ്റിയറിംഗ് ഉണ്ട്. എല്ലാ ഹൈഡ്രോളിക് സെറ്റപ്പിലാണ് ഈ വണ്ടി വർക്ക് ചെയ്യുന്നത്. ഇതാണ് ഇതിൻ്റെ ക്യാബിൻ വരുന്നത്. ഇതിൻ്റെ ഇരിക്കുന്ന സീറ്റ് ഈ യൂണിറ്റ് ഫുള്ളായിട്ട് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഈ ലിവറിൽ ചവിട്ടിയാണ് നമ്മുടെ ഈ സീറ്റിൻ്റെ ഇത് ഫുള്ളായിട്ട് ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇത് തിരിയണത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതവിടെ ആ ലിവറെ ചവിട്ടിയിട്ട് കറക്കുവാണ്. അപ്പോൾ ഈ ഫുൾ യൂണിറ്റ് ഇങ്ങനെ തിരിഞ്ഞു വരും. പിന്നെ നമുക്ക് നോർമൽ വണ്ടി ഓടിക്കണ പോലെ തന്നെ ഇത് ഫ്രണ്ടിലേക്ക് ഓടിച്ചുകൊണ്ട് പോകാം. ഇതാണ് ഇതിൻ്റെ കീ സെറ്റ് വരുന്നത്. ഇതിൻ്റെ അടുത്ത് കൊടുക്കുന്ന ഈ ലോ ഹൈ എന്നുള്ളത് ലോ ഗിയർ റേഷ്യോയിലേക്ക് ഇടുന്ന സാധനമാണ്. ഇവിടെ ഒരു ക്ലച്ച് വരുന്നുണ്ട്, ബ്രേക്ക്, ഇത് ആക്സിലേറ്റർ. പിന്നെ ഇതിൻ്റെ അകത്ത് ഒരു ഗിയർ ലിവർ വരുന്നുണ്ട്. 2 ഗിയറേ ഉള്ളൂ. ഇത് ഇങ്ങോട്ട് ഫസ്റ്റും ഇങ്ങോട്ട് സെക്കൻഡ് നമ്മൾ റണ്ണിങ്ങിന് മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. പിന്നെ ഇത് വാട്ടർ പമ്പ് ചെയ്യാനുള്ള ലിവറാണ്. ഇത് ഡ്രമ്മ് പൊക്കവും താത്തുകയും ചെയ്യാനുള്ള ലിവറാണ്. ഇത് നമ്മുടെ ബക്കറ്റ് കൺട്രോൾ ചെയ്യാനുള്ള ജോയിസ്റ്റിക്കാണ്.
പിന്നെ ഇതിൻ്റെ അകത്ത് വരുന്നത് ഇവിടെയാണ് നമ്മൾ റിവേഴ്സ് ഫോർവേഡും കൺട്രോൾ ചെയ്യുന്നത്. ഇതിൻ്റെ സെൻറ്ററിൽ ന്യൂട്രലും ഉണ്ട്. പിന്നെ ഇതാണ് ഇതിൻ്റെ ഹാൻഡ് ബ്രേക്ക് വരുന്നത്. ഇവിടെ വൈപ്പർ, ലാമ്പ്, ബാക്കി ഹസാർഡ് സ്വിച്ച് അങ്ങനെയുള്ള കുറച്ച് സ്വിച്ചസ് മാത്രമേ ഉള്ളൂ. ഇവിടെയാണ് അൺലോഡിങ്ങും മിക്സിങ്ങും കൊടുക്കുന്നത്. ഇതാണ് ഇതിൻ്റെ സ്റ്റിയറിംഗ് വീല് കൺട്രോൾ ചെയ്യാനുള്ള ലിവറാണിത്. ഇത് സെൻറ്ററിൽ ഇട്ട് കഴിഞ്ഞാൽ ഇത് സാധാരണ നോർമൽ വണ്ടി പോലെ ഫ്രണ്ട് വീല് മാത്രമേ റൊട്ടേറ്റ് ചെയ്യുള്ളൂ. ഇത് താഴേക്ക് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് വണ്ടി വട്ടത്തിൽ കറക്കാൻ പറ്റും. ഇത് ശരി മുകളിലേക്ക് പൊക്കിക്കഴിഞ്ഞാൽ വണ്ടി നമുക്കൊരു സൈഡിലേക്ക് സ്ലൈഡ് ചെയ്ത് നീക്കാൻ പറ്റും. അതിൻ്റെ ടയറിൻ്റെ റൊട്ടേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുന്നതാണ്. ഇത് വണ്ടിയുടെ സ്ലോപ്പർ, ഇത് നമ്മുടെ ഹാൻഡ് ആക്സിലേറ്റർ. പിന്നെ വേറെ കാര്യമായിട്ടൊന്നും ഇല്ല, ബേസിക് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉള്ളൂ. ഇവിടെ ഒരു വൈപ്പർ കൊടുത്തിട്ടുണ്ട്, ഇപ്പുറ സൈഡിലും വൈപ്പർ വരുന്നുണ്ട്. ഇതിനിവിടെ ഒരു മോട്ടർ കൊടുത്തിട്ടുണ്ട്. ഈ ടാങ്കിൻ്റെ അകത്താണ് വെള്ളം സ്റ്റോർ ചെയ്യുന്നത്. ഈ ടാങ്കിൻ്റെ അകത്ത് ഈ മോട്ടർ വെച്ച് പമ്പ് ചെയ്ത് ഇതിൻ്റെ അകത്തേക്ക് അടിക്കുകയാണ് വെള്ളം. ഇതിങ്ങനെ ടാങ്കിൻ്റെ അകത്തുനിന്ന് നമ്മൾ മോട്ടർ വഴി തന്നെ ഇതിൻ്റെ അകത്തേക്ക് വെള്ളം അടിച്ചു കയറ്റാനുള്ള ഓപ്ഷനുണ്ട്. ഈ സൈഡിൽ കാണുന്നതും ഇത് വാട്ടർ ടാങ്ക് തന്നെയാണ്. അപ്പുറത്തെ വാട്ടർ ടാങ്കിൽ നിന്ന് ഇങ്ങോട്ടുള്ളൊരു എക്സ്റ്റൻഷൻ കൊടുത്തേക്കണയാണ്. ഇത് മൊത്തം 250 ലിറ്റർ വെള്ളമാണ് ഇതിൻ്റെ അകത്ത് ഹോൾഡ് ചെയ്യുന്നത്. ഡ്രമ്മിൻ്റെ ബാക്കിൽ ഇതുപോലെ ഒരു ഹൈഡ്രോളിക് ലിഫ്റ്റിങ് കൊടുത്തിട്ടുണ്ട്. ഡ്രമ്മ് കറങ്ങുന്നതും ഹൈഡ്രോളിക്സ് വെച്ചിട്ടാണ്. ഇപ്പോൾ ഡ്രമ്മ് പൊക്കി വെച്ചിരിക്കുകയാണ്. ഈ ഹൈഡ്രോളിക് ലിവർ വെച്ചിട്ട് ഡ്രം പൊക്കി വെച്ചിരിക്കുകയാണ്. ഇത് ഇതിൻ്റെ ഹൈഡ്രോളിക് ടാങ്കാണ്, ഹൈഡ്രോളിക് ഫ്ലൂയിഡിൻ്റെ ടാങ്കാണ്. അടിയിൽ വരുന്നതാണ് ഡീസൽ ടാങ്ക്. അതിൻ്റെ ഫില്ലിങ് വരുന്നത് ഇവിടെയാണ് വരുന്നത്. ഇതുണ്ട്. ഇപ്പം ഇതിൻ്റെ ടയർ കറങ്ങണത് ഒരു സൈഡിലേക്ക് നീങ്ങണ പോലെയാണ് കറങ്ങി. സൈഡിലേക്ക് സ്ലൈഡ് ചെയ്ത് പോകാനുള്ള ഓപ്ഷനാണത്. ഇനി ഇത് വട്ടം കറങ്ങാനുള്ള ഓപ്ഷനുണ്ട്. അന്നേരം ഓപ്പോസിറ്റ് സൈഡിലേക്ക് ടയർ റൊട്ടേറ്റ് ചെയ്യും. ഇത് കിടന്നു ഇതിപ്പോൾ നമ്മുടെ ഡ്രമ്മിൻ്റെ അകത്തേക്ക് സിമെൻറ്റ് ലോഡ് ചെയ്യണതാണ് ഈ കാണുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.